ലെമ്മ 94 ആക്സസറി ഇറാഷണാലിറ്റീസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആക്സസറി ഇറാഷണാലിറ്റീസ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കുന്നതാണ്. ലെറ്റ് ഇ ഓവർ എഫ് ബി എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിത്ത് ഗാൽവ ഗ്രൂപ്പ് ജി ഈസ് ഈക്വൽ ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ്. സോ ഇ ഓവർ എഫ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇ ഓവർ എഫ് ആണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ്. സോ എന്താണ് ഈ ക്യാപിറ്റൽ എഫിനോടുകൂടി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ സീറോസ് അറ്റാച്ച് ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡാണ്. സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് ക്യാപിറ്റൽ എഫ് ആൻഡ് ഓൾ ദ സീറോസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഇ ഓവർ എഫിൻ്റെ കറസ്പോണ്ടിങ് ഗാൽവ ഗ്രൂപ്പാണ് ജി. ഇഫ് എഫ് സ്റ്റാർ ഓവർ എഫ് ഈസ് ആൻ എക്സ്റ്റൻഷൻ. ഇനി എഫിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ് എഫ് സ്റ്റാർ എന്ന് പറയുന്നത്. ആൻഡ് എഫ് സ്റ്റാർ ഓവർ ഇ സ്റ്റാർ. എഫ് സ്റ്റാറിൻ്റെ എഫിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ് എഫ് സ്റ്റാർ. എഫ് സ്റ്റാറിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇ സ്റ്റാർ. ദാറ്റ് മീൻസ് എന്താണ്? എഫ് സബ്സെറ്റ് ഓഫ് എഫ് സ്റ്റാർ സബ്സെറ്റ് ഓഫ് ഇ സ്റ്റാർ എന്നാണ്. സോ ഇ സ്റ്റാർ ഓവർ എഫ് സ്റ്റാർ ഇസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടെയ്നിങ് ഇ. സോ ഇ സ്റ്റാർ ഓവർ എഫ് സ്റ്റാർ ഇസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലെ പോളിനോമിയലാണ്. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എഫ് സ്റ്റാർ ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് സ്റ്റാർ ഓഫ് എക്സിലെയും പോളിനോമിയലാണ്. ഇനി ഇ സ്റ്റാർ ഓവർ എഫ് സ്റ്റാർ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് സ്റ്റാറിനോടുകൂടി എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഇ സ്റ്റാർ. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് അത് ഇ ഓവർ എഫ്. എഫിനോടുകൂടി എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് എഫ് ഓഫ് എക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഇനി സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് ഓവർ എഫ് സ്റ്റാർ ആണ് എടുത്തത്. എഫ് സ്റ്റാറിനോടുകൂടി എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പ്ലിറ്റിംഗ് ഫീൽഡാണ് ഇ സ്റ്റാർ. ഇനി പറയുന്നുണ്ട് ഇ സ്റ്റാർ കണ്ടെയ്നിങ് ഇ. സോ ഇ സ്റ്റാറിനകത്ത് എന്തുണ്ട്? ഇ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ് നമ്മുടെ ഇ ഓവർ എഫ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഉണ്ടല്ലോ, ആ ഇ എന്ന് പറയുന്നത് എന്തിനകത്തുണ്ട്? ഇ സ്റ്റാറിനകത്തുണ്ട്. അങ്ങനെ ആണെങ്കിൽ ദെൻ റെസ്ട്രിക്ഷൻ, ദെൻ ഒരു മാപ്പാണ് പറയുന്നത് ഇവിടെ സിഗ്മ. റെസ്ട്രിക്ഷൻ എന്ന് പറയാൻ കാരണം ഈ മാപ്പ് സിഗ്മ. ഓക്കെ, ഈസ് ആൻ ഇൻജക്റ്റീവ് ഹോമോഫ്സ്. ഇത് എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഇൻജക്റ്റീവ് ഹോമോഫ്സ് ആണെന്ന് പറയുന്നത്? ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ സ്റ്റാർ ഓവർ എഫ് സ്റ്റാറിൽ നിന്ന് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിലേക്ക്. നമ്മൾ പറഞ്ഞു ഇ സ്റ്റാറിനകത്ത് ഇ ഉണ്ട്. സോ ഇവിടുന്നൊരു ഹോമോഫ്സ് എടുത്താൽ അത് ഒരു എലമെൻ്റ് എടുത്ത് അതെന്താണ്? ഇ സ്റ്റാറിൽ നിന്ന് ഇ സ്റ്റാറിലേക്കുള്ള ഹോമോഫ്സ് ആയിരിക്കും. അത് എഫ് സ്റ്റാറിനെ ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഡൊമൈൻ ഇ സ്റ്റാറിൽ നിന്ന് ഇ സ്റ്റാറിനകത്തുണ്ടല്ലോ അതിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. സോ ഇതാണ് പറഞ്ഞത് ആൻ എലമെൻറ്റ് സിഗ്മ എടുത്തു കഴിഞ്ഞാൽ സിഗ്മയുടെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു ഇ ഈസ് ആൻ ഇൻജക്റ്റീവ് ഹോമോഫിസം. അതൊരു ഹോമോഫിസവുമാണ്, കൂടാതെ അത് ഇൻജക്റ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ടൊരു കാര്യം കിട്ടും. ഇവിടുത്തെ ഏത് സിഗ്മ എടുത്താലും അത് ഇ സ്റ്റാറിൽ നിന്ന് ഇ സ്റ്റാറിലേക്കുള്ള ഹോമോഫിസം എഫ് സ്റ്റാറിനെ ഫിക്സ് ചെയ്യും. എഫ് സ്റ്റാറിനകത്ത് എന്തുണ്ട്? എഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്തിനെ ഫിക്സ് ചെയ്യും? എഫിനെ ഫിക്സ് ചെയ്യുന്നത് കിട്ടും. സോ ഇനി കൂടാതെ ഓക്കെ, ഇനി ഇത് ഈ സിഗ്മ റെസ്ട്രിക്റ്റഡ് ഈ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിലെ എലമെൻ്റ് ആണോ എന്നറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് ഇനി എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഇവിടെ ഇ എന്ന് പറയുന്നതിന് ഈ സിഗ്മ, ഇവിടുന്ന് ഏത് സിഗ്മ എടുത്താലും ആ സിഗ്മ ഇ സ്റ്റാറിനകത്ത് ഇ ഉണ്ടല്ലോ, ഇയെ എങ്ങോട്ടേ മാപ്പ് ചെയ്യൂ? ഇയിലേക്ക് തന്നെ മാപ്പ് ചെയ്യൂ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിലെ എലമെൻ്റ് ആവും സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു ഇ. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പും ഇതേ മോഡലിൽ പ്രൂഫൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ആ മാപ്പ് വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കണം. കൂടാതെ എന്താണ്? ഇൻജക്റ്റീവ് ഹോമോഫിസം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. ദ ഹൈപ്പോത്തസിസ് ഗീവ്സ് ഇ ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു ഇ ഓവർ എഫ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അതായത് ക്യാപിറ്റൽ എഫിനോടുകൂടി എഫ് ഓഫ് എക്സിൻ്റെ സീറോസ് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇ കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത് ഇ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എക്സെട്ര ആൽഫ എൻ. അതേപോലെ എഫ് സ്റ്റാർ ഇ സ്റ്റാർ ഓവർ എഫ് സ്റ്റാറും സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ്. സോ എഫ് സ്റ്റാറിനോടുകൂടി എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ആയ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ അറ്റാച്ച് ചെയ്താൽ എന്ത് കിട്ടും? ഇ സ്റ്റാർ കിട്ടും. വേറെ ആൽഫ 1 എക്സെട്ര ആൽഫ എൻ ആ റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ്. സോ നമ്മുടെ ഹൈപ്പോത്തസിന് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഇനി ഞാൻ ഇവിടുന്ന് ഒരു എലമെൻറ്റ് സിഗ്മ എടുക്കുകയാണ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ സ്റ്റാർ ഓവർ എഫ് സ്റ്റാറിലേക്ക്. അങ്ങനെ ആണെങ്കിൽ ഇവിടുത്തെ ഏത് ഓട്ടോമോഫിസും എഫ് സ്റ്റാറിനെ ഫിക്സ് ചെയ്യും. ദസ് സിഗ്മ ഫിക്സസ് എഫ് സ്റ്റാർ എന്ന് കിട്ടും. ബട്ട് എഫ് എന്തിനകത്തുണ്ട്? എഫ് സ്റ്റാറിനകത്തുണ്ട്. എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് സ്റ്റാർ. ഹെൻസ് നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ഫിക്സസ് എഫ്. അതായത് സിഗ്മയുടെ റെസ്ട്രിക്ഷൻ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിൽ തന്നെ വരുമോ? ഈ മാപ്പ് വെൽ ഡിഫൈൻഡ് ആണോ എന്നാണ് ആദ്യം നോക്കുന്നത്. ഓക്കെ, ഇനി ലെമ്മ 54 വെച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ ഏത് ഗാൽവ ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റും പിന്നെ ആൽഫ ഐ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് എടുത്താൽ സിഗ്മ ഓഫ് ആൽഫ ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടും. സോ ഈ സിഗ്മ ഓഫ് ആൽഫ ഐയും എന്താണ്? റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൽഫ 1 എക്സെട്ര ആൽഫ. സോ ഈ സിഗ്മ ഓഫ് ആൽഫ ഐയും ഇതിലേതോ ഒരു ആൽഫയാണ്. ഇനി ഈയുടെ ഇമേജ് ഈ സിഗ്മ, ഇവിടുത്തെ ഏത് സിഗ്മ എടുത്താൽ അത് ഇയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുമെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, സിഗ്മ ഓഫ് ഇ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ 1 എക്സെട്ര ആൽഫ എൻ.
സോ എഫിനെ ഫിക്സ് ചെയ്യും സിഗ്മ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എഫ് ഓഫ് എഫിൻ്റെ ഇമേജ് എഫ് തന്നെ എഫ് ഓഫ് പിന്നെ എന്തിൻ്റെ ഇമേജ് എടുത്താൽ മതി ഈ ആൽഫ വൺ എക്സെട്ര ആൽഫ എൻ. സോ എഫ് ഓഫ് സിഗ്മ ഓഫ് ആൽഫ വൺ എക്സെട്ര സിഗ്മ ഓഫ് ആൽഫ എൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സിഗ്മ ഓഫ് ആൽഫയും എന്താണ് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ ഇതിലേതെങ്കിലും ആൽഫ തന്നെ ആയിരിക്കും ഓരോ സിഗ്മ ഓഫ് ആൽഫയും വരിക. സോ എന്താണ് എൻ എണ്ണം ഇല്ലേ, സോ എല്ലാം വരും. ആൽഫ വൺ ആൽഫ ടു എക്സെട്ര ആൽഫ എൻ തന്നെ ആയിരിക്കും വരുന്നത്. ഓർഡറിന് മാത്രമേ വ്യത്യാസം കാണും. ഓർഡറിന് വ്യത്യാസം ഉണ്ടെങ്കിലും എന്താണ് ഇവിടെ പ്രശ്നമൊന്നുമില്ല. എല്ലാ എലമെൻറ്റ്സും അറ്റാച്ച് ചെയ്യുന്നത് അത് ഏത് ഓർഡറിൽ എഴുതിയാലും എഫിനോടുകൂടി ഈ എലമെൻറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്യാൻ തന്നെ ഉള്ളൂ. സോ ദാറ്റ് ഈസ് സെയിം ആസ് എന്താണ് ഈ തന്നെ കിട്ടും. സോ ഓക്കെ. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഹെൻ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു ഈ എലമെൻറ്റ് ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ഇതിലെ എലമെൻ്റ് ആണെന്ന് കിട്ടി. സോ മാപ്പ് വെൽ ഡിഫൈൻഡ് ആണെന്നാണ് അവിടെ കിട്ടുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് ഹോമോർഫിസം ആണ്, ഇൻജക്റ്റീവ് ഹോമോർഫിസം എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഇതൊരു ഹോമോർഫിസം ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഹോമോർഫിസം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്, ഇവിടുന്ന് രണ്ട് എലമെൻറ്റ്സ് സിഗ്മ വണ്ണും സിഗ്മ ടു എടുത്താൽ നമ്മൾ സാധാരണ ഫൈ എന്ന് വല്ലതും ഈ ഹോമോർഫിസത്തിനെ ഡിനോട്ട് ചെയ്താൽ, ഈ മാപ്പിനെ ഡിനോട്ട് ചെയ്താൽ ഫൈ ഓഫ് സിഗ്മ വൺ സിഗ്മ ടു ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് സിഗ്മ വൺ ഇൻറ്റു ഫൈ ഓഫ് സിഗ്മ ടു എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ പക്ഷേ ഈ മാപ്പിന് പേരൊന്നും കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ഫൈ ഓഫ് സിഗ്മ വൺ സിഗ്മ ടുവിന് പകരം ഈ രീതിയിലാണ് ചെയ്യുന്നത്. സിഗ്മ വൺ സിഗ്മ ടുവിൻ്റെ ഇമേജ് എന്താണെന്ന് നോക്കും. അപ്പോൾ അത് ശരിക്കും സിഗ്മ വണ്ണിൻ്റെ ഇമേജ് ഇൻറ്റു ഫൈ ഓഫ് സിഗ്മ വൺ സിഗ്മ ടു ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് സിഗ്മ വൺ ഇൻറ്റു ഫൈ ഓഫ് സിഗ്മ ടു തന്നെ. സോ സിഗ്മ വൺ സിഗ്മ ടുവിൻ്റെ ഇമേജ് സിഗ്മ വണ്ണിൻ്റെ ഇമേജ് ഇൻറ്റു സിഗ്മ ടുവിൻ്റെ ഇമേജ് എന്ന രീതിയിലാണോ വരുന്നത് എന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ മാപ്പിന് പേരില്ലാത്തതാണ് ആ രീതിയിൽ ചെക്ക് ചെയ്യുന്നത്. സോ എൻ്റെ സിഗ്മ വൺ സിഗ്മ ടു എടുത്തു കഴിഞ്ഞാൽ ഈ മാപ്പിൻ്റെ ഡെഫിനേഷൻ വെച്ച് എന്താണത്, സിഗ്മ വൺ സിഗ്മ ടു റെസ്ട്രിക്റ്റഡ് ടു ഇയിലേക്ക് മാപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് മാപ്പ് ടു സിഗ്മ വൺ സിഗ്മ ടു റെസ്ട്രിക്റ്റഡ് ടു ഇ. റെസ്ട്രിക്ഷൻ മാപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ പ്രോഡക്റ്റിൻ്റെ റെസ്ട്രിക്ഷൻ വന്നാൽ അതിനെ എങ്ങനെ എഴുതാം, സിഗ്മ വൺ റെസ്ട്രിക്റ്റഡ് ടു ഇ ഇൻറ്റു സിഗ്മ ടു റെസ്ട്രിക്റ്റഡ് ടു ഇ. ഇത് ആക്ച്വലി സിഗ്മ വണ്ണിൻ്റെ ഇമേജ് അല്ലേ, ഫൈ ഓഫ് സിഗ്മ വൺ അല്ലേ ഇത് ഫൈ ഓഫ് സിഗ്മ ടു എന്ന് പറയാമല്ലോ. സോ ഫൈ ഓഫ് സിഗ്മ വൺ സിഗ്മ ടു ഇസ് മാപ്പ് ടു ഫൈ ഓഫ് സിഗ്മ വൺ ഇൻറ്റു ഫൈ ഓഫ് സിഗ്മ ടു തന്നെയല്ലേ. ഹെൻസ് ദ മാപ്പ് സിഗ്മ മാപ്പ് ടു സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു ഈസ് എ ഹോമോർഫിസം എന്ന് കിട്ടും. ഇനി ഈ മാപ്പ് ഇൻജക്റ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം, അതായത് 1 എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താ എടുക്കുന്നത്, ഫൈ ഓഫ് സിഗ്മ വൺ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് സിഗ്മ ടു ആണെങ്കിൽ സിഗ്മ വൺ ഈസ് ഈക്വൽ ടു സിഗ്മ ടു എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ മാപ്പിന് പേരില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫൈ ഓഫ് സിഗ്മ വൺ എന്താണ് ഇവിടെ, സിഗ്മ എന്തിലേക്കാണ് സിഗ്മ വൺ റെസ്ട്രിക്റ്റഡ് ടു ഇ ആണ്. ഫൈ ഓഫ് സിഗ്മ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ വരിക, സിഗ്മ ടു റെസ്ട്രിക്റ്റഡ് ടു ഇ. സോ ഇത് രണ്ടും ഈക്വലാന്ന് പറഞ്ഞെടുക്കുന്നു. അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഈ മാപ്പ് സിഗ്മ വണ്ണും സിഗ്മ ടുവും ഈക്വലാന്ന് പ്രൂവ് ചെയ്യണം. സോ സിഗ്മ വൺ റെസ്ട്രിക്റ്റഡ് ടു ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ടു റെസ്ട്രിക്റ്റഡ് ടു ഇയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ മാപ്പ് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെ ആണെങ്കിൽ ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു, എഫ് ഓഫ് ആൽഫ വൺ എക്സെട്ര ആൽഫ എൻ. അങ്ങനെ ആണെങ്കിൽ ഇയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്താൽ ഈ മാപ്പ് രണ്ടും ഈക്വലാ മീൻസ് എന്താണ്, ഇയിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഇമേജ് എന്താണ്, ഐഡൻറ്റിറ്റി രണ്ട് വെച്ച് സിഗ്മ വൺ വെച്ചെടുത്താലും സിഗ്മ ടു വെച്ചെടുത്താലും സെയിം ആണെന്നില്ലേ ഈ മാപ്പ് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്. സോ ഇയിലെ എലമെൻറ്റ്സ് ആണ് ആൽഫ വൺ ആൽഫ ടു എക്സെട്ര ആൽഫ എൻ. അങ്ങനെ ആണെങ്കിൽ ദെൻ നമുക്ക് എന്ത് പറയാം, സിഗ്മ വൺ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു സിഗ്മ ടു ഓഫ് ആൽഫ ഐ ഫോർ ഓൾ ഐ എന്ന് കിട്ടും. നമ്മൾ ഇതിനു മുമ്പും പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ റിസൾട്ട് ഉപയോഗിച്ച് 1 ആണ്. ദെൻ ബൈ ദ റിസൾട്ട് അതേ റിസൾട്ട് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇഫ് ഇ ഈസ് എ ഫീൽഡ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് ഇഫ് സിഗ്മ ടോ ഫ്രം എഫ് ഓഫ് ആൽഫ വൺ എക്സെട്ര ആൽഫ ഇൻ ടു ഇ ഫിക്സ് എഫ് point wise and sigma of alpha is equal to tau of alpha I for all I, then sigma is equal to tau. നമ്മൾ ഇതിന് മുമ്പും ഇതേ റിസൾട്ട് യൂസ് ചെയ്ത് രണ്ടിടത്ത് നമ്മൾ 1 ആണ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുത്തെ എൻ്റെ സിഗ്മ വണ്ണും സിഗ്മ ടു എഫ് ഓഫ് ആൽഫ വൺ എക്സെട്ര ആൽഫ എന്ന് ഇയിലേക്ക് ആ ആൽഫ ഐകളെയെല്ലാം സിഗ്മയ്ക്കും ടോയും വെച്ചുള്ള ഇമേജ് ഈക്വൽ ആണെങ്കിൽ സിഗ്മയും ടോയും ഈക്വൽ ആണ്. സോ ഇവിടുത്തെ ഡൊമൈൻ നോക്കുക, സിഗ്മ വണ്ണും സിഗ്മ ടു എവിടുത്തെ എലമെൻ്റ് ആണ്, ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫിൽ ഇ സ്റ്റാർ ഓവർ എഫ് സ്റ്റാറിൽ. ഇ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് സ്റ്റാർ ഓഫ് ആൽഫ വൺ എക്സെട്ര ആൽഫ എൻ. സോ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇതേ മോഡൽ ഇവിടെ എഫ് ഓഫ് ആൽഫ വൺ എക്സെട്ര ആൽഫ എൻ അതേ മോഡലിൽ എഫ് സ്റ്റാർ ഓഫ് ആൽഫ വൺ എക്സെട്ര ആൽഫ എൻ ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ആൽഫ വൺ എക്സെട്ര ആൽഫ എൻ ആണ് ഇവിടുത്തെ എലമെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇമേജസ് വിത്ത് റെസ്പെക്ട് ടു സിഗ്മ വണ്ണും സിഗ്മ ടുവും ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ ആണെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും, സിഗ്മ വൺ ഈസ് ഈക്വൽ ടു സിഗ്മ ടു എന്ന് കിട്ടും. ഹെൻസ് ദ മാപ്പ് ഈസ് ഇൻജക്റ്റീവ്. അങ്ങനെ നമുക്കതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ദസ് ദ മാപ്പ് സിഗ്മ മാപ്പ് ടു സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു ഇ ഈസ് ആൻ ഇൻജക്റ്റീവ് ഹോമോർഫിസം എന്ന് കിട്ടും.